നൃത്തരംഗത്തു നിന്നെത്തി മലയാള സിനിമയിലെ പൊൻതൂവലുകളായി മാറിയ ശോഭനയ്ക്കും മഞ്ജു വാര്യർക്കും പിന്നാലെ സിനിമാ ലോകം കീഴടക്കാൻ നൃത്തരംഗത്തു നിന്നും പുതിയൊരു നായിക കൂടി. ലോകമറിയുന്ന നർത്തകിയാകുക എന്നതാണ് സ്വപ്നമെങ്കിലും അവിചാരിതമായി വീണുകിട്ടിയ അവസരത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കുടിയേറുകയാണ് സ്വാതി നാരായൺ എന്ന ശാലീന സുന്ദരി. രഞ്ജിത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ടിലെ സൂസു സുധീവാത്മീകത്തിലൂടെയാണ് സ്വാതിയുടെ നായികയായുള്ള അരങ്ങേറ്റം. നായികയായ ആദ്യ സിനിമയിലൂടെ തന്നെ മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം നേടാൻ സ്വാതിക്ക് കഴിഞ്ഞിരിക്കുന്നു. സൂസു സുധീവാത്മീകത്തിന്റെ വിജയത്തിനൊപ്പം തന്റെ വിശേഷങ്ങൾ പങ്കുവച്ച് സ്വാതി ബിഗ് ന്യൂസിനോടൊപ്പം. ശരിക്ക് ഇത് യാദൃശ്ചികമായിട്ട് വന്നു ചേർന്നതാണ്. ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നതെങ്കിലും ഞാൻ ജനിച്ച് വളർന്നതൊക്കെ പെരുമ്പാവൂരാണ്. അപ്പം ആശ ചേച്ചിയുടെ ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പം ആശേച്ചിയുടെ ഒരു കെയർ ഓഫിലാണ് ഈ ഫിലിമിലേക്ക് വരാനുള്ളൊരു കാരണം. രഞ്ജിത്ത് സാറിൻ്റെ വർഷം മൂവിയിൽ ആശേഷി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് പുതിയ മൂവിയിലേക്ക് ഏതെങ്കിലും ന്യൂ ഫേസ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാമോ ചോദിച്ചപ്പോൾ ചേച്ചി അങ്ങനെ പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ജസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുത്തു. രഞ്ജിത്ത് സാറിന് ഇഷ്ടമായി. അങ്ങനെ ആണ് ഇതിലേക്ക് വരുന്നത്. എൻ്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു, അവളെൻ മനസ്സിൽ ചിരി തൂകും പോലെ. കഥ നീയുമറിഞ്ഞില്ലേ മുക്കൂറ്റിപ്പൂവേ, മടിച്ചു നിൽക്കണതെന്താണ്, ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട്. ആദ്യത്തെ പടം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിൽ അതിൽ അവരുടെ കുട്ടിക്കാലം കാണിക്കുന്ന ഒരു പാട്ടുണ്ട്, ചാന്ത് പൊട്ടും ശങ്കേലസ് എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിൽ ആണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. ജസ്റ്റ് കുറച്ച് അവരുടെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു 4-5 സീക്വൻസ് അത്രയേ ഉള്ളൂ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയസൂര്യ, രഞ്ജിത് ശങ്കർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു മിനിമം ഗ്യാരൻറ്റി ഉള്ള മൂവി ആയിരിക്കും എന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ശരിക്കും ഇത് ചെയ്തത്. ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൽ വളരെ സന്തോഷം. പിന്നെ സിനിമ എന്നതിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ നടിയാവുക എന്നതിൽ അപ്പുറം ഒരു നർത്തകി എന്നറിയപ്പെടാനാണ് എനിക്കിഷ്ടം. ഞാൻ ആദ്യം ഇതിലേക്ക് സെലക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ സിനിമയെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി ഒന്നും അറിഞ്ഞുകൂടാ. സാറ് ജസ്റ്റ് സ്ക്രിപ്റ്റ് എൻ്റെ പോർഷൻസ് വിളിച്ച് പറഞ്ഞു. അപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. പിന്നെ അവിടെ ചെന്ന് പിന്നെ ഈ ക്യാരക്ടറിന് അതിനുള്ള ഇമ്പോർട്ടൻസ് എല്ലാം അതിന് ശേഷമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനും പിന്നെ ശിവദ വന്നിട്ട് 2 കുട്ടികളാണ് രണ്ടുപേരാണ് ഇതിൽ ചെയ്തത്. ശരിക്ക് ഭാഗ്യം തന്നെയാണ് ശരിക്കും. കാരണം ഒരു ജേട്ടൻ്റെ ഒപ്പം ഒത്തിരി സീക്വൻസ് വരുന്നുണ്ട് അതിൽ. പിന്നെ ഒരു ഇൻ്റർവെൽ പഞ്ച് അതോടുകൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഭാഗ്യം തന്നെയാണ് തോന്നുന്നത്. കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആളുടെ വൈഫ് തന്നെയാണ്, സരിത ചേച്ചിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ അവരുടെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു, കുട്ടികളും അമ്മുമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ രഞ്ജിത്ത് സാറിൻ്റെ വൈഫ്, കുട്ടി, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ചെന്നപ്പോൾ തന്നെ നമുക്കൊരു വേറൊരു സ്ട്രേഞ്ച് ഫീൽ ഒട്ടും തോന്നിയിട്ടില്ല. കാരണം എല്ലാവരുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ നല്ല മിങ്കിളായി ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഓരോ സീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജയേട്ടനാണ് പറഞ്ഞു തരിക, ഇങ്ങനെ ഇതാണ് സംഭവം, നമ്മൾ ഇതാണ് എടുക്കാൻ പോകുന്നത്, ആ ഇമോഷൻസ് വരുന്നൊക്കെ പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ചെയ്യും. നമ്മളൊരു റിഹേഴ്സൽ നോക്കും, കഴിഞ്ഞാൽ ഓക്കെ കറക്റ്റ് എന്ന് പറയും. ജസ്റ്റ് എനിക്ക് അറിയണ്ടാവില്ല ഇത് എടുക്കുവാണോ റിഹേഴ്സലാണോ ടേക്കാണോ, ഓക്കെ എന്ന് പറയുമ്പോഴേ കഴിഞ്ഞോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട്, കുറേ റീടേക്കുകളില്ലാണ്ട്, ബുദ്ധിമുട്ടുകളില്ലാതെ ഭയങ്കര കൂളായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റി. ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ നല്ല സിനിമകൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റോറി, നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ടർ, നല്ല ക്യാമറ, ആക്ടേഴ്സ്, ഒപ്പം ചെയ്തവരിപ്പം ജയേട്ടൻ, പിന്നെ KPC ലളിതമ്മ, പിന്നെ TG രവി, അജു വർഗീസ്, എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോടൊപ്പം
ഒപ്പം ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ശരിക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലളിത ആൻറ്റിയൊക്കെ വന്ന് ജസ്റ്റ് സ്ക്രിപ്റ്റൊന്നും വായിക്കുന്ന പോലുമില്ല. അപ്പോൾ ആരെങ്കിലും അടുത്തൊന്ന് വായിക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് ഇങ്ങനെ കേൾക്കും. അത് കഴിഞ്ഞ് നേരെ ഡയറക്റ്റ് ഷോട്ടിൽ പോവുക, എടുക്കുക, സംഭവം കഴിഞ്ഞു. അപ്പം ശരിക്കും അവരുടെ അത്രയും ഒരു എക്സ്പീരിയൻസാണ് ശരിക്കും. അതൊക്കെ ഭയങ്കര നമുക്ക് ലേണിംഗ് എക്സ്പീരിയൻസാണ് ശരിക്കും. അതൊക്കെ കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. അതേപോലെ ജയേട്ടനാണെങ്കിലും ഇപ്പം നമ്മൾ ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റിൽ എൻജോയ് ചെയ്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കും. പെട്ടെന്ന് അവിടെ നിന്ന് ഓക്കെ സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്കും ആൾ ഈ സുധി എന്നുള്ള ക്യാരക്ടറായിട്ട് മാറുക. അപ്പം ഞാൻ ശരിക്കും എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസ്ഫോം ആവാൻ പറ്റുന്നതെന്ന് ഞാൻ ശരിക്കും അന്തം വിട്ടിട്ടുണ്ട്. കാരണം ഞാൻ അപ്പോഴും എൻ്റെ ചിരിയൊന്നും കഴിഞ്ഞിട്ടാവില്ല, അതിങ്ങനെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ പെട്ടെന്നാണ് ആൾ ആ സുധി എന്നുള്ള ക്യാരക്ടറായിട്ട് ആ വിക്ക് ഉള്ളതായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഇമോഷൻസ് വരുന്നതും. തീർച്ചയായിട്ടും അതൊക്കെ ശരിക്കും ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് അവരുടെ ഒപ്പം ചെയ്തത്. എൻ്റെ അടുത്ത് ജയേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാൻ ഈസിയാണ്. കാരണം അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ആക്ടിങ് കുറച്ചുകൂടി എക്സാജറേറ്റ് ചെയ്ത് ചെയ്യണമായിരുന്നു. കാരണം സാധാരണ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിൽ നിന്ന് ആക്ടിങ് എന്ന് പറയുമ്പം കുറച്ചുകൂടി ഒന്ന് കൂട്ടി ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകെ മാറിയല്ലോ. ഇപ്പോൾ ആ ഒരു ട്രെൻഡേ മാറി. ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായി നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നിങ്ങളെപ്പോലുള്ള ന്യൂ കമേഴ്സിനൊക്കെ ഈസിയാണ്. നിങ്ങളെങ്ങനെ പെരുമാറുന്നോ അതേപോലെ സിനിമയിൽ ബിഹേവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. ഞങ്ങൾക്കൊക്കെയാണ് ശരിക്കും പാട്. അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം എന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേട്ടനായാലും രഞ്ജിത്ത് സാറായാലും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം എനിക്കതാ ശരിക്കും സന്തോഷം. കാരണം നമ്മളെ കൊണ്ട് അതിലൊരു ബുദ്ധിമുട്ടായില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് കുറേ റീടേക്സ് അല്ലെങ്കിൽ ശരിയാവണില്ലല്ലോ എന്നൊക്കെ തോന്നുന്നതായിരുന്നു ആദ്യം ഒരു പേടി. പക്ഷെ രണ്ടുപേരും ശരിക്കും സാറ്റിസ്ഫൈഡാണ്. ജേട്ടൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ജേട്ടൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെ ടെൻഷനില്ലാണ്ട് ബാക്കിയുള്ളവരെ ഫസ്റ്റായിട്ട് വരുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, അപ്പോൾ എങ്ങനെ ഈ ടെൻഷനില്ലാണ്ട് ഭയങ്കര കൂളായിട്ടാണല്ലോ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെന്തെങ്കിലും എന്തെങ്കിലും ട്രെയിൻ ചെയ്തോ എന്നൊക്കെ ജേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇല്ല, നമ്മൾ ഒരുപാട് ഡാൻസിന് ഒരുപാട് സ്റ്റേജ് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞാൽ ഇവരുടെ ഒരു സപ്പോർട്ട്, ഇവരുടെ ഒരു ഹെൽപ്പ്, നമ്മൾ ശരിക്കും ഇവരൊക്കെ ഭയങ്കര ജാടിയായിട്ട് നിൽക്കുവാണെങ്കിൽ കഴിഞ്ഞു. കാരണം പിന്നെ ആകെ ടെൻഷൻ അടിച്ച് കൊള്ളാവും. അപ്പം അതൊന്നും ഇല്ലാണ്ട് ഇവരൊക്കെ അത്രയും സപ്പോർട്ടായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ടെൻഷനൊന്നും ഇല്ലാത്തത്. ചില ഇൻ്റർവ്യൂസിൽ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞു, എന്തോ ഈ ചാനൽ ഇൻ്റർവ്യൂസിൽ ജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ ആളാണെങ്കിലും 5-6 പടം വന്ന് ചെയ്ത എക്സ്പീരിയൻസിലാണ് വന്ന് ചെയ്തേ, അത്രയും ടെൻഷനില്ലാണ്ട് ചെയ്തു ആ കുട്ടി, അങ്ങനെ പറഞ്ഞ് ജേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒപ്പം ചെയ്തിട്ട് അവരിത്രയും സാറ്റിസ്ഫൈഡ് ആയി എന്ന് കേട്ടപ്പം ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും നല്ല ഫ്രണ്ട്സായാലും എല്ലാവരും നല്ല അഭിപ്രായം വിളിച്ചു പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് കുറച്ചുകൂടി നന്നാക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടി ഫ്ലെക്സിബിൾ ആക്കണം, കുറച്ചുകൂടി ഒന്ന് ഇതാവണം എന്നൊക്കെ എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ എൻ്റെ എത്ര കണ്ടാലും എനിക്കിഷ്ടമാവാറില്ല. കഴിഞ്ഞ കൊല്ലമാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത്, ഇൻറ്റേൺഷിപ്പ് ഹൗസ് ഏജൻസി, കഴിഞ്ഞ മാർച്ച് ഏപ്രിലോടുകൂടി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ എനിക്ക് നേരിട്ട് അങ്ങനെ ഒരു സെൽഫ് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും എക്സ്പീരിയൻസ് വേണം നമുക്ക് ഈ ഫീൽഡിൽ നിന്നുള്ളതുകൊണ്ട് നമ്മുടെ അവിടെ അടുത്തൊരു ആത്മായുർവേദ ഹോസ്പിറ്റലുണ്ട് ആനന്ദപുരത്ത്. അപ്പം ഞാൻ അവിടെ പ്രാക്ടീസിന് പോയിരുന്നു, ഒരു ട്രെയിനിങ് പോലെ. പിന്നെ ഇവിടെ വീട്ടിൽ ഡാൻസ് ക്ലാസ്സസ് ഉണ്ട്, അതായത് 2 സ്ഥലത്ത് ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടൈം ഇങ്ങനെ മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ ആയുർവേദം അങ്ങനെ പ്രാക്ടീസ് പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഷൂട്ടിലാണ്, ഇപ്പോൾ ഒരു തമിഴ് ഫിലിമിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ബ്രേക്ക് വരും. പക്ഷെ എന്നാൽ പോലും സമയം കിട്ടുമ്പം ആ പ്രാക്ടീസിന് പോകാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ഫസ്റ്റ് സൂസുൻ്റെ സെറ്റിൽ പോയപ്പം അവിടെ നമുക്ക് ഡോക്ടർ എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ആദ്യം വന്നിട്ട് ചോദിക്കുക, ഡോക്ടർ ഇതിന് എന്തെങ്കിലും മരുന്ന്, അല്ലെങ്കിൽ എനിക്ക് കാലുവേദന, എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പം ശരിക്കും അവിടെ അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ഫീൽഡും അവിടെ ശരിക്കും എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ഇവിടെ പറയുകയും ചെയ്തു,
പഠിച്ചിറങ്ങിയ വഴി സെലിബ്രിറ്റീസിനെയൊക്കെ ചികിത്സിക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. കാരണം രവിയങ്കിൾ, അജു വർഗീസ് അവരെല്ലാവരും, പിന്നെ അവിടുത്തെ ടെക്നീഷ്യൻസ്, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ഫസ്റ്റ് സെലിബ്രിറ്റീസിനെ ആദ്യം ചികിത്സിച്ചെന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും ഡാൻസിന് തന്നെയാണ്. കാരണം പഠിച്ചത് BAMS ആയുർവേദമാണെങ്കിൽ പോലും ശരിക്കും പാഷൻ ഡാൻസ് തന്നെയാണ്. ഒരു കുച്ചിപ്പുടി ഒരു പ്രൊഫഷണൽ ഡാൻസർ ആവുക എന്നുള്ളതാണ് അന്നേ തൊട്ടുള്ള ഒരു ആഗ്രഹം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ വേണം, അങ്ങനെ ഒരു ഇതിലാണ് ഈ ആയുർവേദം ചെയ്തത്. പിന്നെ ഇഷ്ടമായിരുന്നു ആ ഫീൽഡും. പിന്നെ ഇപ്പോൾ സിനിമ എന്നുള്ളത് ശരിക്കും യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടത്, അത് ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു സംഭവം. അപ്പം മൂന്നിലും ഏറ്റവും എനിക്കിഷ്ടം അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരുന്നത് ഡാൻസ് തന്നെയാണ് പ്രൊഫഷൻ. ഞാൻ ചെറിയ പ്രായം തൊട്ട് ഒരു 4 വയസ്സ് തൊട്ട് തന്നെ ഡാൻസ് പഠിച്ചു തുടങ്ങി. പക്ഷെ അന്ന് അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല. എൻ്റെ നാട്ടിൽ പെരുമ്പാവൂർ കലാമണ്ഡലം വസന്ത ടീച്ചറുടെ കീഴിലാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അനുപമ മോഹൻ എറണാകുളത്ത്, ഡയറക്ടർ മോഹൻ സാറിൻ്റെ വൈഫാണ് അവർ, ശരിക്കും തെലുങ്കു നേറ്റീവാണ്. അപ്പം ടീച്ചറുടെ കീഴിൽ പിന്നെ കുച്ചിപ്പുടി മാത്രം പഠിക്കാൻ തുടങ്ങി. ടീച്ചറുടെ കീഴിൽ ഏതാണ്ട് 10-12 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പഠിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹയർ ആയിട്ട് പഠിക്കണം എന്നുള്ളതുകൊണ്ട് കുച്ചിപ്പുടി വില്ലേജ് ഉണ്ട്, അതായത് ആന്ധ്രയിൽ വിജയവാഡയിൽ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് ദൂരെ കുച്ചിപ്പുടി ഗ്രാമമുണ്ട്. അവിടെ ഇതിൻ്റെ കോഴ്സ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അങ്ങനെ അവിടെ MA കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതും എന്തെങ്കിലും നമുക്കൊരു കോഴ്സായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ശരിക്കും ആഗ്രഹം അതിൽ PhD എടുക്കുക, ഡോക്ടറേറ്റ് എടുക്കുക എന്നൊക്കെ ഉള്ളതാണ് ചെറുതിലേ തൊട്ടുള്ള ആഗ്രഹം. അത് കാരണം അതിൻ്റെ കോഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതും ഒപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പ്രോഗ്രാംസ് ധാരാളം ചെയ്യുന്നുണ്ട്. കുച്ചിപ്പുടി സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഡാൻസർ ആവുക, അതായത് നല്ലൊരു പ്രൊഫഷണൽ ഡാൻസർ, ലോകം അറിയുന്ന ഒരു ഡാൻസർ ആവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം. സ്കൂൾ ലെവലിൽ കോമ്പറ്റീഷൻസ് കുറവാണ്. കോളേജിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി പോയി തുടങ്ങുന്നത്. കാരണം അതിൻ്റെ ഞാൻ പഠിച്ചത് PNNM ആയുർവേദ കോളേജ് ചെറുതുരുത്തി. അപ്പോൾ അവിടെ മാനേജ്മെൻറ്റ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇങ്ങനത്തെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ. അപ്പം അവിടെ നിന്ന് ചെന്ന് ഇയർ തൊട്ടേ ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ D സോൺ, ഇൻട്രസ്റ്റ് സോണ്, പിന്നെ ആയുർ ഫെസ്റ്റ്, മെഡിക്കോസ്, പിന്നെ ഈവൻ ഞങ്ങളുടെ എന്തെങ്കിലും സെമിനാർ ഉണ്ടെങ്കിൽ തന്നെ, ഞങ്ങളുടെ എന്തെങ്കിലും ഡോക്ടർ സെമിനാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ ജോലി അതിൽ സെമിനാർ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിലുപരി അവിടെ പ്രോഗ്രാം ചെയ്യുക, ഡാൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു കോളേജിൽ ഫുൾ ടൈം അത് തന്നെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇതിലായിരുന്നു. പിന്നെ ഇപ്പം ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആക്കിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതൊന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ 2 വർഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരിച്ചിട്ടുള്ളൂ. ആ സമയത്ത് കുച്ചിപ്പുടി, കഥകളി, പിന്നെ ഫോക്ക് ഡാൻസ്, മലയാളം കവിത ചൊല്ലൽ, അതിനൊക്കെ സ്ഥിരം ഫസ്റ്റ് വരാറുണ്ട്. പിന്നെ അതിന് ശേഷം ആയുർ ഫെസ്റ്റിനായപ്പം ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കലാതിലകം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തമിഴ് മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇലൈ എന്ന് പറഞ്ഞിട്ട്. അതിലെ സെൻട്രൽ ക്യാരക്ടറാണ്, ടൈറ്റിൽ റോൾ ഇലൈ എന്ന് തന്നെയാണ് ഇതിലെ ക്യാരക്ടറിൻ്റെ പേര്. അത് ശരിക്കും ഒരു 90s കഥ പറയുന്നതാണ്. അപ്പോൾ അതാണ് അതിലൊരു ഏകദേശം ഒരു 90% സീനും ഞാൻ വരുന്ന പോർഷൻ തന്നെയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ശരിക്കും അതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഈ സൂസു ചെയ്ത പോലെയല്ല, നല്ല സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ടത് തന്നെയാണ്. സൂസു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവെൽ പോർഷൻ വരെ ഉള്ളൂ. പിന്നെ നമുക്കുള്ള സീനുകൾ വലിയ ആയാസമുള്ളതോ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെയൊന്നുമല്ല. ഇത് പക്ഷേ ശരിക്കും സ്ട്രെയിൻ ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടർ ബിനീഷ് രാജ്, അവർ പുതിയ ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ നല്ല സ്ക്രിപ്റ്റാണ്, നല്ല സ്റ്റോറി എല്ലാം നന്നായിട്ട് ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, അപ്പം ഒരാൾ വന്നിട്ട് ഫസ്റ്റ് ഒരു പടം അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മൊത്തം തമിഴിലേക്കാണ്. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടേ പിന്നെ അവർ നമ്മൾ മലയാളത്തിൽ കാണുള്ളൂ. അങ്ങനെയല്ലാതെ മലയാളത്തിൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലേക്കാളും ഒത്തിരി നല്ല ഓഫേഴ്സ് വരുന്നതും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവാം ചിലപ്പോൾ തമിഴ്, തെലുങ്ക് അങ്ങനെ പോകുന്നതെന്ന്. മലയാളത്തിൽ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം, മലയാളത്തിൽ ചെയ്യാനാണ് ആഗ്രഹം. എൻ്റെ കൊച്ചിലേ തൊട്ടുള്ള എൻ്റെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ഹീറോ ആണ് മോഹൻലാൽ. അതിപ്പോഴും അതെ. എല്ലാം
അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട സിനിമ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഫാനാണ് ഞാൻ ലാലേട്ടൻ്റെ. പണ്ടത്തെ നോക്കുവാണെങ്കിൽ ശോഭന, ഉർവശി, പിന്നെ മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പാർവതി എനിക്കിപ്പം ചാർലി, പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു ആക്ടിങ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സുധീവാത്മീകത്തിൻ്റെ അലയൊലികൾ ഒടുങ്ങും മുമ്പേ തൻ്റെ പുതിയ തമിഴ് ചിത്രത്തിൻ്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ് സ്വാതി, ഒപ്പം തൻ്റെ നൃത്ത പഠനത്തിലേക്കും. പുതുവർഷത്തിൽ ഒരു പിടി നല്ല ചിത്രങ്ങളുമായി തെന്നിന്ത്യയിൽ സ്വാതിയുടെ സാന്നിധ്യം ശക്തമായി തന്നെ ഉണ്ടാകട്ടെ എന്ന ആശംസകൾ നേർന്നുകൊണ്ട് ബിഗ് ന്യൂസ്. അല്ലീളം പൂവോ ഇല്ലിമുളം തേനോ തെങ്ങിളനീരോ തെന്മൊഴിയോ മുന്നിൽ വിരിഞ്ഞ നിലാവോ. അല്ലീളം